ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ മൂലപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മോഹം, ലസ്റ്റ്, ദുർമോഹം, ഈ മൂലപാപത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോഹം മറ്റുള്ള എല്ലാ പാപങ്ങളുടെയും ജഡിക പാപങ്ങളുടെയെല്ലാം അടിസ്ഥാന കാരണമായിട്ട് നിലകൊള്ളുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുർമോഹം അല്ലെങ്കിൽ ലസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളല്ല. അതിനപ്പുറം ഒരു വ്യക്തി ലൈംഗികത എന്ന ദൈവിക ദാനത്തെ ദുരുപയോഗിക്കുമ്പോഴാണ് അത് ദുർമോഹമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയായി കണ്ട് ബഹുമാനിക്കാതെ ആ വ്യക്തിയുടെ സൗന്ദര്യത്തെയും ആ വ്യക്തിയെയും ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി ദുരുപയോഗിക്കുമ്പോൾ അത് ദുർമോഹമായി മാറുന്നു. കർത്താവിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിലാണ് വചനം പഠിപ്പിക്കുന്നത്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ എല്ലാ ജഡിക പാപങ്ങളും ഉടലെടുക്കുന്നത് മോഹത്തിലൂടെ അല്ലെങ്കിൽ ദുർമോഹത്തിലൂടെയാണ്. ഈ ദുർമോഹത്തെ നിയന്ത്രിക്കുകയും അതിജീവിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരുന്നതിനും ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുന്നതിനും വളരെ അത്യാവശ്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 16-17 വചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. അപ്പോൾ ജഡമോഹങ്ങൾ ആസക്തി നിറഞ്ഞുള്ള എല്ലാ ചിന്തകളും വാക്കുകളും നോട്ടങ്ങളും പ്രവൃത്തികളും ദുർമോഹത്തിലൂടെ കടന്നു വരുന്ന എല്ലാം മാരകമായ തെറ്റാണെന്നും അത് നമ്മുടെ ജീവിതത്തെ വലിയ തകർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നും വചനം പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയ മരണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ സുഖാനുഭവങ്ങളിൽ, ഈ ലോകത്തിൻ്റെതായ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആത്മീയമായിട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ദുർമോഹം, മോഹം അവയെ അതിജീവിക്കേണ്ടതുണ്ട്. ഒത്തിരിയേറെ തെറ്റുകളിലും പാപങ്ങളിലും വിഷയാസക്തികളിലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് മുമ്പ് ഒത്തിരിയേറെ ജഡിക പാപങ്ങളിലും വിഷയാസക്തികളിലും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ലോകത്തിൻ്റേത് മാത്രമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൺഫെഷൻസിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹം കടന്നുപോയ വഴികൾ, അദ്ദേഹത്തെ എന്തുമാത്രം ആസക്തി കീഴ്പ്പെടുത്തിയിരുന്നു, ജഡികാസക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷമുള്ള തുടർന്നുള്ള ജീവിതം, അദ്ദേഹം ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്ന ആ മനോഹരമായ ജീവിതം, അതിലൂടെ വിശുദ്ധ അഗസ്റ്റിൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യം ഇതാണ്, ദൈവകൃപയുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ഏത് ദുർമോഹത്തെയും ഏത് ജഡിക പാപങ്ങളെയും ഏത് ആസക്തികളെയും ഒരു വ്യക്തിക്ക് അതിജീവിക്കാനും വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനും സാധിക്കും. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ആദ്യകാല ജീവിതം, മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതം വിവരിച്ചിട്ട് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്, എത്ര അധപതിച്ചാലും നിനക്ക് വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാം തിരുവചനത്തിലുള്ള വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ എന്തുമാത്രം വിശുദ്ധമാണെന്ന് ഈ ദുർമോഹം അല്ലെങ്കിൽ മോഹം എന്ന ഈ മൂലപാപത്തെക്കുറിച്ച്, ലസ്റ്റ്, ഈ മൂലപാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, ആസക്തിക്ക് നമ്മുടെ ചിന്തകളെ മലിനമാക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടു പോകുവാൻ ആസക്തിക്ക് സാധിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെയും തകർക്കുവാൻ ഈ ആസക്തികൾക്ക്, ജഡികാസക്തികൾ കഴിയുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഇതിനു മുമ്പുള്ള ഏത് കാലത്തേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് ഇന്ന് കാഴ്ചകളുടെ ഒരു ലോകം തിന്മയുടെ ശക്തികൾ ഒരുക്കുന്നുണ്ട്. ഒത്തിരി മോശമായ കാഴ്ചകളുടെ ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിലധികം മോശമായ കാഴ്ചകളും ആസക്തി നിറഞ്ഞ കാഴ്ചകളും ദുർമോഹം ജനിപ്പിക്കുന്ന കാഴ്ചകളും ഒക്കെ നൽകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ സഹായത്തിൽ നമ്മൾ ഈ മോഹം എന്ന മൂലപാപത്തെ, ദുർമോഹം എന്ന മൂലപാപത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പൗലോസ് ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 3-5 തിരുവചനങ്ങൾ, അവിടെ വചനം പഠിപ്പിക്കുകയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തെ, സ്വന്തം ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയണമെന്ന് പൗലോസ് ലീഹ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പൗലോസ് ലീഹ ഇത്രയും വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദുർമോഹത്തിൽ നിന്ന് ഓടി അകലേണ്ടതുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. പൗലോസ് ലീഹ തന്നെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും അവർക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹത്തെയും കുറിച്ച് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നതാണ്: ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ, വിധേയപ്പെട്ടതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹമുള്ളവർ, ആ സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ക്രിസ്തു സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയാണ്, സ്വന്തം രക്തം നൽകിയാണ്, തനിക്കുള്ളതെല്ലാം നൽകിയാണ് സഭയെ സ്നേഹിച്ചത് ക്രിസ്തു. അപ്പോൾ അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിഷ്കളങ്കമായി എല്ലാം നൽകി സ്നേഹിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സഭ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? തനിക്ക് വേണ്ടി എല്ലാം നൽകിയ, തനിക്ക് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായ ക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹത്തോടുകൂടെയാണ്, വിധേയത്വത്തോടു കൂടിയാണ് സഭ സ്നേഹിക്കുന്നത്. ഇതുപോലെയാണ് വിശുദ്ധമായിട്ടുള്ളൊരു ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടത്. അവരിടയിൽ ഉണ്ടാകേണ്ട സ്നേഹം അപ്രകാരമാണ് എന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദുർമോഹം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. കാരണം എവിടെ നോക്കിയാലും ദുർമോഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ദുർമോഹത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് വചനം പഠിപ്പിക്കുന്നത്: ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് യാക്കോബ് ശ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ തന്നെ ദുർമോഹം ഗർഭം ധരിക്കുമ്പോഴാണ്, പാപത്തെ പ്രസവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ മോഹങ്ങളിൽ നിന്ന്, ദുർമോഹങ്ങളിൽ നിന്ന് ഓടിയകലേണ്ടതുണ്ട്. അവയെ അതിജീവിക്കണമെന്ന് വചനത്തിലൂടെ യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
സ്നേഹമുള്ളവരെ, വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? അതെ, ഒരു വ്യക്തി ഈ മാറിടത്തിൽ തീ കൊണ്ട് നടന്നാൽ എന്തു തന്നെയാണെങ്കിലും ആ ഉടുപ്പ് കത്തും. അപ്പോൾ കർത്താവിൻ്റെ വചനം അത്ര ശക്തമായിട്ട് ചോദിക്കുകയാണ്, ഒരു വ്യക്തി ഈ ജഡികാസക്തി കൊണ്ട് നടന്നാൽ, ദുർമോഹം കൊണ്ട് നടന്നാൽ ഉടുപ്പ് കത്തും, അതായത് ജീവൻ അപകടത്തിലാകും. അപ്പോൾ കർത്താവിൻ്റെ വചനം ചോദിക്കുകയാണ്, ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? വീണ്ടും വചനം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കാലു പൊള്ളാതെ കനലിനു മീതെ നടക്കുവാൻ കഴിയുമോ? സ്നേഹമുള്ളവർ, ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം, ദുർമോഹങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ മോചിപ്പിക്കേണ്ടതുണ്ട്. ദുർമോഹം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഹായത്തിൽ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അവിടെ പറയുകയാണ്, അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ഇപ്പൊ സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദുർമോഹത്തെ അതിജീവിക്കേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനങ്ങൾ പഠിപ്പിക്കുക. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം തിരുവചനം അവിടെ പഠിപ്പിക്കണം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ പത്രോസ്ലീഹ പറയുന്നതാണ്, ആത്മാവിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകൾ. സ്നേഹമുള്ളവരെ, ദുർമോഹത്തെ അതിജീവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന മരിയ ഗുരത്തി, വിശുദ്ധ മരിയ ഗുരത്തി എത്ര നല്ല മാതൃകയാണ്. ഒരു വ്യക്തി ദുർമോഹവുമായിട്ട് മരിയ ഗുരത്തിയെ സമീപിച്ചപ്പോൾ സ്നേഹമുള്ളവരെ, മരിയ ഗുരത്തി പറഞ്ഞു പാപത്തേക്കാൾ മരണം. അതെ, ദുർമോഹവുമായിട്ട് തന്നെ സമീപിച്ച വ്യക്തിയിൽ നിന്ന് അതിജീവിച്ചത് വളരെ വിശുദ്ധമായ രീതിയിൽ അതിജീവിക്കുകയാണ്. അങ്ങനെ മരിയ ഗുരത്തി ഒരു വലിയ വിശുദ്ധയായി മാറുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ മോഹത്തെ, ദുർമോഹം എന്ന മൂലപാപത്തെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് കർത്താവിൻ്റെ സഹായം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യരെ വ്യക്തികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. മറ്റു മനുഷ്യരെ നമ്മെപ്പോലെ തന്നെയുള്ള വ്യക്തികളായിട്ട് കാണാൻ സാധിക്കണം. അതല്ലാതെ അവരുടെ സൗന്ദര്യത്തെയും അവരുടെ കഴിവുകളെയും അവരുടെ ശരീരത്തെയും നമ്മുടെ സന്തോഷത്തിനായിട്ട് ദുരുപയോഗിക്കുന്ന വസ്തുക്കളായിട്ട് വ്യക്തികളെ കാണരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യാനിടയായാൽ അത് വളരെയധികം കുടുംബ ബന്ധങ്ങളെയും നമ്മുടെ ജീവിതത്തെയും തകർക്കും. ദുർമോഹത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ളവരെയും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും ദൈവമായിട്ടുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടട്ടെ. അതിനുവേണ്ടി തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാട മാലാഖമാരും ജീവന്റെ തിരുഭോജനേ, ആരാധന പാട
മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജമേ ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അരികിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ഭവനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിൽ കൂടുതൽ സൗഖ്യത്തിനും അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, മൂലപാപങ്ങൾ അവയെ അതിജീവിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് മൂലപാപമായ മോഹത്തെക്കുറിച്ചാണ്. മോഹം, ദുർമോഹം. ദുർമോഹം എല്ലാ തരത്തിലുള്ള ജഡിക പാപങ്ങളും ഉടലെടുക്കുന്നത് ദുർമോഹത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ദുർമോഹത്തിൽ നിന്ന് നമ്മൾ മോചിതരാകേണ്ടതുണ്ട്. ഈ ലോകത്തിലും കുടുംബങ്ങളിലും ഒത്തിരി പ്രതിസന്ധികളിലുണ്ട്. ദുർമോഹം, ജഡികാസക്തികൾ മൂലം നമുക്കറിയാം, ഒത്തിരിയേറെ കാഴ്ചകളെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കൂടുതൽ മനുഷ്യരും കൂടുതൽ സമയം ഏതെങ്കിലും സ്ക്രീനിന് മുമ്പിലാണ് സമയം ചെലവിടുന്നത്. കാഴ്ചകളുടെ, പലതരത്തിലുള്ള കാഴ്ചകളുടെ ലോകത്തിൽ നല്ല കാഴ്ചകളുണ്ട്, അതോടൊപ്പം ദുർമോഹം ജനിപ്പിക്കുന്ന ഒത്തിരിയേറെ കാഴ്ചകളുമുണ്ട്. കുടുംബങ്ങൾ തകരുന്നുണ്ട്, ദാമ്പത്യ ജീവിതങ്ങളിൽ തകർച്ച കടന്നു വരുന്നുണ്ട്. യുവതിയുവാക്കളുടെ ജീവിതങ്ങളിൽ ചിലരൊക്കെ ജഡികാസക്തികൾക്ക് അടിമകളായി മാറുന്നുണ്ട്. ദുർമോഹം പലവിധത്തിലുള്ള പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും ക്രൂരതകളിലേക്കും മനുഷ്യനെ നയിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ വ്യക്തിയായി കണ്ട് ആ വ്യക്തിയെ ആദരിക്കാതെ, സ്നേഹിക്കാതെ ആ വ്യക്തിയുടെ സൗന്ദര്യത്തെയും ആ വ്യക്തിയുടെ പ്രത്യേകതകളെയും ദുരുപയോഗിക്കുമ്പോൾ അത് ദുർമോഹമായി മാറുന്നു, ദുർമോഹത്തിൻ്റെ പാപങ്ങളായി മാറുന്നു. കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായ ജഡത്തിൻ്റെതായ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്നത്, അതിന് ദുർമോഹം സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ദുർമോഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. അതേ സ്നേഹമുള്ളവരെ, സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മൂലപാപമായിട്ടുള്ള മോഹത്തിൽ നിന്ന്, ദുർമോഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളെ കൂടുതൽ അഭിഷേകമുള്ളവരാക്കി മാറ്റണമേ. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ
ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. യേശുവേ, ഉടുപ്പ് കത്താതെ മാരിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? കാലു പൊള്ളാതെ കനലിനു മീതെ നടക്കാൻ ആർക്ക് കഴിയും? കർത്താവേ, ദൈവവചനത്തിലൂടെ ദുർമോഹം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, തകർച്ചകളെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നല്ല ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ദുർമോഹത്തെ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ. ആസക്തികളാൽ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരെയെറിയൂ. ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കൂ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ, നന്ദി നന്ദി നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ പ്രേരണകൾ അനുസരിച്ച് വ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ മോഹങ്ങളെ, ജഡമോഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാനും കർത്താവിൻ്റെ സഹായത്താൽ മോഹത്തെ നിയന്ത്രിക്കാനും അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റു നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.